ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. നമുക്ക് ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ NTPCയുടെ സോൺ വൈസ് അനാലിസിസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സോൺ വൈസ് അനാലിസിസും അതുപോലെ തന്നെ പോസ്റ്റ് പ്രിഫറൻസും എല്ലാം കൃത്യമായിട്ട് നമുക്കിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ പോസ്റ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. എടുത്ത് ചാടിയൊന്നും ഇപ്പോൾ ചെയ്യാണ്ട് ഒരു ഫുൾ അനാലിസിസ് നിങ്ങൾ നടത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഒരു പോസ്റ്റിന് ഏത് പോസ്റ്റിന് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊരു സോണിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്നൊക്കെ അങ്ങനെ മാത്രം ഡിസൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കാരണം നമുക്ക് ഒരു ലൈഫ് ടൈം നമ്മൾ കിട്ടാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ജോലിയാണല്ലോ. നമ്മളിപ്പം NTPC എഴുതി നമ്മൾ ക്ലിയർ ആവണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അതൊരു ലൈഫ് ടൈം ജോബാണ്. അപ്പം അതിൻ്റേതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതിൻ്റേതായ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പേര് നേരത്തെ അപ്ലൈ ചെയ്ത് കാണും, എന്നാലും അതൊന്ന് മനസ്സിലാക്കി. ഇനി എന്തെങ്കിലും ഒരു കറക്ഷൻ വരുന്ന, ഈ കറക്ഷൻ വരുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതെന്ത് ചെയ്യുക, നമുക്കൊരു റിസ്ക് എടുക്കാനായിട്ട് നിൽക്കരുത്. പൈസയുടെ കാര്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് തിരുത്തി മാറ്റി തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ അനാലിസിങ് നടത്തിയിട്ട് മാത്രം ചെയ്യുക. കാരണം NTPCയുടെ ഒരു വാക്കൻസി ലിസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് ഫീമെയിലിനും മെയിലിനും എല്ലാം കാണുമ്പോൾ കുറവായിട്ട് തോന്നുമെങ്കിലും അതിൽ ഒരാളായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ കാറ്റഗറി മനസ്സിലാക്കണം. നിങ്ങൾ ഏതൊക്കെ പോസ്റ്റിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത്. ഇപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെയാണ്. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ അത് വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗ്രാജുവേറ്റ് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രാജുവേറ്റ് പോസ്റ്റിന് കൊടുത്ത എല്ലാ പേർക്കും എന്തും ചെയ്യാം, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2 എക്സാമും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. +2 സർട്ടിഫിക്കറ്റും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2 ക്വാളിഫിക്കേഷൻ ഉള്ളതും അപ്ലൈ ചെയ്യാം. പക്ഷേ വാക്കൻസീസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയല്ലോ, 8000+ വാക്കൻസീസാണ് നമ്മുടെ ഡിഗ്രി കാറ്റഗറിക്ക് തന്നെ വന്നത്. പക്ഷേ വാക്കൻസി ഒന്നും നോക്കണ്ട, നിങ്ങളുടെ മാക്സിമം കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് കയറാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പോസ്റ്റ് പ്രിഫറൻസ് വയ്ക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ജോബും, ഇപ്പോൾ ഈ ഗുഡ്സ് ട്രെയിൻ മാനേജർ ആയിക്കോട്ടെ, സ്റ്റേഷൻ മാസ്റ്റർ ആയിക്കോട്ടെ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആയിക്കോട്ടെ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആയിക്കോട്ടെ, ക്ലറിക് കം ടൈപ്പിസ്റ്റ് ആയിക്കോട്ടെ, ഇത്രയും പോസ്റ്റുകളാണ് നമുക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ പോസ്റ്റിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് അവയർനെസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. പിന്നെ ഈ അപ്ലൈ ചെയ്യുന്ന കാര്യം ഇപ്പം നമ്മൾ ഒരു കണ്ടീഷൻ വെച്ച് നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി തരും, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പക്ഷെ നിങ്ങളായിട്ട് അത് ബെറ്ററായിട്ട് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതലായിട്ട് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ പ്ലേസ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ചും കേരള എന്ന് പറയുന്നത് ഇത്രയും നമുക്കൊരു പ്രഷ്യസ് ആയിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. എത്രയൊക്കെ ഒരു പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോർത്ത് ഇന്ത്യൻ റീജിയൻ നമ്മൾ വയ്ക്കുന്നതെങ്കിൽ. നമുക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകാനും അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരാനൊക്കെ ഓക്കെയാണ് നമുക്ക് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് നമ്മളൊരു കണ്ടിന്യൂസ് ഒരു 5 ഇയേഴ്സൊക്കെ നമ്മളിപ്പം അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വർക്ക് ചെയ്തിട്ട് ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫറായി വരാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കംഫർട്ട് അനുസരിച്ച് നമ്മൾ അവിടെ വെക്കുകയും ചെയ്യുന്നു. പിന്നെ മാറി വരാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ട് അതിന്. അപ്പോൾ ഏറ്റവും ബേസായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വാക്കൻസിയുടെ കാര്യം നോക്കണം. അത് നോക്കിയാൽ പോലും നിങ്ങളുടെ കംഫർട്ടും കൂടെ നോക്കണം. നിങ്ങളുടെ സദേൺ റീജിയനാണ് നമ്മുടെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സദേണിൽ തന്നെ മാക്സിമം നിങ്ങൾ പ്രിഫർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും പോസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓരോ പോസ്റ്റിനും മെയിൽ കാറ്റഗറിക്കും ഫീമെയിൽ കാറ്റഗറിക്കും അവസരമുണ്ട്. അപ്പം ഈ ഫീമെയിൽസും മെയിൽസും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പറ്റുന്ന പോസ്റ്റിലേക്ക് വേണം പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ. ഏറ്റവും നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു 2 പോസ്റ്റ് ഉണ്ടല്ലോ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലറിക് കം ടൈപ്പിസ്റ്റും. ഇത് രണ്ടും എന്താണ്, ടൈപ്പിസ്റ്റ് ജോബുകളാണ്. ടൈപ്പിസ്റ്റ്, അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ആ സ്കില്ലുണ്ടായിരിക്കണം. ആ ടൈപ്പിസ്റ്റിൻ്റെ സ്കില്ലുണ്ടായിരിക്കണം. ലാസ്റ്റ് നിമിഷത്തിൽ നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ കൊടുത്തിട്ട് ഈ ടൈപ്പിസ്റ്റ് സ്കില്ലില്ല എങ്കിൽ എന്ത് പറ്റും, നമുക്ക് ക്വാളിഫൈ ആവാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് CBT 1 CBT 2 കഴിഞ്ഞാൽ സ്കിൽ ടെസ്റ്റും കൂടെ പാസ്സായാൽ മാത്രമേ നമുക്ക് ഈ പോസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒന്നി നിങ്ങൾ എന്ത് ചെയ്യുക, CBT 1 ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ടൈപ്പിസ്റ്റ് പഠിക്കാൻ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ തയ്യാറാണ്. ഇത് ഭയങ്കര ടാസ്ക് അല്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടൈപ്പിസ്റ്റ് ക്വാളിഫൈ ആവാൻ വേണ്ടി പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കേണ്ട. പക്ഷെ അവർ പറയുന്ന ആ ഒരു സ്കില്ല് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ആ വേർഡ്സ് എത്ര പെർ മിനിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും, അത് ചെയ്യണം. അത്രേ ഉള്ളൂ, ആ ഒരു കാര്യമുള്ളൂ.
കാര്യമുള്ളൂ. അപ്പം അങ്ങനെ ഓക്കെ ആണെന്നുള്ളവർ മാത്രം ആദ്യം എന്ത് ചെയ്യുക, ആ ഒരു പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ ഈ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, അതും വലിയൊരു ടാസ്ക് ജോലിയല്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ടൈമിലെന്ന് പറഞ്ഞാൽ TTE എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇപ്പോൾ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറാണ് TTE ആയിട്ട് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് അവർ വരുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കുമെന്നും നമുക്കറിയത്തില്ല. റെയിൽവേയുടെ കാര്യമാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറാണ് ഇപ്പോൾ TTE ആയിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഫീമെയിൽസ് ആണെങ്കിൽ അവിടെ വരുന്ന ഒരു ഡിഫിക്കൽട്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ സദേൺ റീജിയനിലാണ് കൊടുത്തെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മുടെ സ്ഥലമാണ്, നമ്മൾ ഓക്കെയാണ്, നമ്മൾ കംഫർട്ടബിൾ ആണ്, അത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്. ഫീമെയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. മെയിൽസിന് പിന്നെ ഇതിൽ ഏത് കാറ്റഗറി ആയാലും നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ കംഫർട്ടബിൾ ആണ്, എവിടെ പോയാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വയ്ക്കാം. ഞാൻ ഈ ഫീമെയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജറും സദേൺ റീജിയൻ ആണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ആയാലും ഗുഡ്സ് ട്രെയിൻ മാനേജർ ആയാലും ചീഫ് കൊമേഴ്ഷ്യൽ സൂപ്പർവൈസർ ആയാലും ഓക്കെയാണ്. നമുക്ക് ട്രെയിനുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് വരുന്നുണ്ടല്ലോ. ഗുഡ്സ് ട്രെയിൻ മാനേജറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഓവറോൾ കൺട്രോൾ നോക്കുന്നത്. അതായത് ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഈ പറയുന്ന ഗുഡ്സ് ട്രെയിൻ മാനേജറിന്. അപ്പോൾ ആ ഒരു ഒറ്റ വാക്കൻസി പോസ്റ്റിംഗ് ആണ്. അതായത് ഒരു ട്രെയിനിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പച്ചക്കൊടിയൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞാൽ. അപ്പം അത് ഗുഡ്സ് കൊണ്ടുപോകുന്ന ആ ഒരു ബോഗിയുടെ കൂടെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെട്ടു, അടുത്ത സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഫേസ് ചെയ്യേണ്ടത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ മാനേജറാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യേണ്ടത്. ലോക്കോ പൈലറ്റ് ഒരു അസിസ്റ്റന്റ് പോലെ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ലോക്കോ പൈലറ്റിന് എന്താ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ഓട്ടിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ബാക്കി എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ മാനേജറാണ്. അപ്പോൾ അതൊരു ഫീമെയിൽ പൊസിഷൻ ആകുമ്പോൾ, അത് നോർത്ത് ഇന്ത്യയിൽ വല്ലതും ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരും കാണത്തില്ല. ഫീമെയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് റിസ്ക് ആണെന്ന് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, മാക്സിമം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ റിസ്ക് ആണ്. NTPC എന്ന് പറയുന്നത്, റെയിൽവേ എന്ന് പറയുന്നതേ ഒരു റിസ്ക് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളെ നെഗറ്റീവ് ആക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതോ ഒന്നുമല്ല. ഇതാണ് സത്യാവസ്ഥ. അതിൻ്റെ ആ ഒരു ജെന്യുവിനിറ്റി മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾ ഓരോ എക്സാമും അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം എല്ലാ ജോബിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പക്ഷേ റെയിൽവേയിലാവുമ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യ കൊടുക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ റിസ്ക് ആണെന്ന് തന്നെ മനസ്സിലാക്കി തന്നെ പോകാൻ ശ്രമിക്കുക. സൗത്ത് ഇന്ത്യ ആണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല, നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ അവിടെ കാണും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് തന്നെ എന്ത് ചെയ്യുക, എടുക്കാൻ നോക്കുക. അപ്പം ടൈപ്പ് അറിയാവുന്നവർ ആദ്യം പോസ്റ്റ് പ്രിഫറൻസ് അത് കൊടുക്കുക. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ കുഴപ്പമില്ല. നമുക്ക് പിന്നെ എന്താണ്, സ്റ്റേഷൻ മാസ്റ്ററും ഉണ്ട്, ഗുഡ്സ് ട്രെയിൻ മാനേജറുണ്ട്. നമുക്ക് ഇവിടെ വാക്കൻസി അനുസരിച്ചും പിന്നെ എന്ത് ചെയ്യണം, ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും പോസ്റ്റ് പ്രിഫറൻസുകൾ കൊടുക്കുന്നത്, ഇപ്പോൾ സോൺ ആയാലും അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് കൊടുക്കുന്നതായാലും ഒന്നെന്താണ്, നമ്മുടെ കംഫേർട്ടാണ്. നമുക്ക് എവിടെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊന്ന് നോക്കണം. പിന്നെ നോക്കേണ്ട ഒരു മെയിൻ സംഭവമാണ് വാക്കൻസി ഇല്ലാത്തടത്ത് കൊടുത്തിട്ട് നമ്മൾ അത്രയും കോമ്പറ്റീഷൻ്റെ ഇടയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ നോക്കാനുണ്ട്. 8,000+ വാക്കൻസീസേ ഉള്ളൂ. അതിൽ 3,000+ വാക്കൻസീസ് എന്തിനാണ് വന്നത്? നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജറാണ്. അപ്പോൾ ഫീമെയിൽസ് കൊടുക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. സൗത്ത് റീജിയനിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ നോർത്ത് വയ്ക്കുന്നവർ അത് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സ്റ്റേഷൻ മാസ്റ്ററും 994 വാക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇതിനും രണ്ടിനും വാക്കൻസീസ് ഉണ്ട്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന്, ടൈപ്പിസ്റ്റിനും അത്യാവശ്യം വാക്കൻസീസ് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക, പോസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ, ഒരു സ്റ്റേഷൻ്റെ കംപ്ലീറ്റ് കൺട്രോളാണ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ എന്ന് പറഞ്ഞാലും അറിയാലോ, അത്യാവശ്യം പണിയാണ്, അത്യാവശ്യം നല്ല വർക്ക് ലോഡും ഉള്ള ഒരു ജോബ് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ. അത്ര സുഖിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം അല്ല. നൈറ്റ് ഡ്യൂട്ടിയും അങ്ങനത്തെ ഷിഫ്റ്റുകളും എല്ലാം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെയൊക്കെ പേ സ്കെയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ആ പേ സ്കെയിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് എന്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ സ്കിൽ ബേസ്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ വാക്കൻസീസ് നോക്കുക, നിങ്ങളുടെ കംഫർട്ട് പൊസിഷൻ നോക്കുക. ഏത് കംഫർട്ടിലാണ് നിങ്ങൾ, ഇതിലേതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് കൊടുക്കുക. ഓക്കെ, സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ഫീമെയിലിന് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. ഫാമിലി ലൈഫൊക്കെ ലീഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുമെങ്കിലും കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യം അവിടെ അങ്ങനെ തന്നെ ആലോചിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഗുഡ്സ് ട്രെയിൻ മാനേജറിനാണ് വാക്കൻസി അത്യാവശ്യം വന്നിരിക്കുന്നത്. അത് മെയിലൊക്കെ അതിന് തന്നെ മാക്സിമം കൊടുക്കാനായിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വാക്കൻസീസ് നോക്കുമ്പോൾ പിന്നെ അറിയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പേ സ്കെയിലാണ്. നമ്മുടെ പേ സ്കെയിൽ ഉണ്ടല്ലോ, ലെവൽ സ്കെയിൽ എന്ന് പറയുന്നത്, നമ്മുടെ പൈസ എന്ന് പറയുന്നത്, നമുക്ക് സാലറിയും ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മൾ ഇത്ര വാക്കൻസിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുന്നു, എന്തിനു വേണ്ടി തന്നെയാണ്? ഒരു നല്ല സാലറി ഉള്ള ഒരു ജോബ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ നമുക്ക് അവിടെ സാലറി മാത്രം നോക്കിയാൽ പോരടാ, നമ്മൾ എന്ത് നോക്കണം? ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററും ചീഫ് കൊമേഴ്ഷ്യൽ കം സൂപ്പർവൈസറും എന്തിലാണ് വരുന്നത്? 6th പേ സ്കെയിലാണ്. അതായത് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് 35,000 പ്ലസ് എന്ന് പറയുന്ന ഒരു രീതിക്കാണ് പോകുന്നത്. ബാക്കിയെല്ലാം 29,000 എന്നുള്ള രീതിയിലാണ്, 5th പേ സ്കെയിലാണ് ബാക്കി വരുന്നത്. പക്ഷെ അതൊന്നും നോക്കരുത്. ഇപ്പോൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണെങ്കിൽ പോലും 5th പേ സ്കെയിൽ പറയണമെങ്കിലും ഇവർക്ക് ട്രാവൽ അലവൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു, ഒരു ട്രെയിനിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നെങ്കിൽ ആ ട്രെയിനിൻ്റെ എത്ര കിലോമീറ്റർ പോകുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് കൂടും. അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേഷൻ മാസ്റ്ററിനെക്കാളും പൈസ ഏതിനുണ്ടായിരിക്കും? ഗുഡ്സ് ട്രെയിൻ മാനേജറിനുണ്ടായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ. അപ്പോൾ 5th പേ സ്കെയിലിൽ 29,000 എബോവ് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇപ്പം ഓരോ ട്രെയിൻ ഓടുന്നതനുസരിച്ച് നിങ്ങൾ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് കൂടും. അപ്പോൾ അങ്ങനെ അലവൻസുകൾ അതിൻ്റേതായ രീതിക്കുണ്ട്. അപ്പോൾ ഈ പേ സ്കെയിൽ നോക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ല. ഈ 5 പേ സ്കെയിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന് 6 ഉണ്ട്, അപ്പോൾ എനിക്ക് ഇവിടെ കൂടുതലാണെന്ന് വിചാരിച്ച് അതെടുത്ത് വെക്കണം, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രാവൽ അലവൻസും കൂടെ കയറുമ്പോൾ നല്ല സാലറി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ റെയിൽവേയിൽ വർക്ക് ചെയ്താലും എങ്ങനെ പോയാലും ഇൻക്രിമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഗുഡ്സ് ട്രെയിൻ മാനേജറിനൊക്കെ 80,000 റുപ്പീസ് സാലറി ആയിട്ട് തന്നെ ഉണ്ട് നിങ്ങളുടെ ട്രാവൽ അലവൻസ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അത് 5, 6 എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഏറ്റവും കംഫോർട്ട് തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നോക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു NTPCയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അത് ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ NTPC നിർത്തി പോകണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ചെയ്തത്. നിങ്ങൾ ഉറപ്പായിട്ടും അത് മനസ്സിലാക്കി പോകണം. കാരണം മെഡിക്കൽ സ്റ്റാൻഡേർഡ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. കാരണം NTPC പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. അത് അവർ എടുത്തു പോലും പറഞ്ഞിട്ടുണ്ട്. ഓരോ പോസ്റ്റിനും ഇത്ര മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ എടുത്തു കൊടുക്കേണ്ട ആവശ്യം അവരെന്തുകൊണ്ടാണ് പറയുന്നത്? അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അവരത് നോക്കും. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ ഫസ്റ്റ് പേജിൽ തന്നെ വിത്ത് സാലറി എന്നും കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡും കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? A2 സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. അപ്പോൾ ഈ A2 സ്റ്റാൻഡേർഡിൽ പാസ്സായവർ മാത്രമല്ലേ ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോഴേ സ്റ്റേഷൻ മാസ്റ്ററാണ് പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ കണ്ണാടി വയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമോ സ്റ്റേഷൻ മാസ്റ്റർ അപ്ലൈ ചെയ്യാൻ? പറ്റത്തില്ല. അതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് A3 പോസ്റ്റ് തൊട്ട് ബാക്കിയെല്ലാം എന്താണ് ഈ വരുന്നില്ലേ? C2 പോസ്റ്റ്, B2 പോസ്റ്റ്, C2 പോസ്റ്റ്. ഈ C2 B2 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കണ്ണാടി വെക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. അതായത് കണ്ണാടിയുടെ പവർ ഇത്രയെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ മറ്റേ വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കണ്ണാടി വെച്ച് തന്നെ അറ്റൻഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ണാടി വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് A3 കാറ്റഗറി തൊട്ട്. A3, B2, C1, C2 ഇതെല്ലാം എന്താണ്? കണ്ണാടി വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കാര്യം മാത്രമേ എന്തിൽ വരുന്നുള്ളൂ? A2 കാറ്റഗറിയിൽ വരുന്നുള്ളൂ. കാരണം A2 സ്റ്റാൻഡേർഡാണ് അവിടെ കീപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രെയിനിൻ്റെ കൺട്രോൾ ഇവരാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പം ഓരോ സംഭവങ്ങളും കൃത്യമായിട്ട് വിഷ്വലി അവരെന്ത് ചെയ്യണം? വിഷ്വൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് മാത്രമേ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റേഷൻ മാസ്റ്റർക്ക് എന്ത് വേണമെന്ന് പറയുന്നത്? A2 ആയിരിക്കണം, വിത്തൗട്ട് ഗ്ലാസസ് ആയിരിക്കണം എന്ന് പറയുന്നത്. അത്രയും കളർ ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏജ് ഗ്രൂപ്പ് അറിയാം, 18 to 36 ഇയേഴ്സ് ആണ്. കോവിഡിൻ്റെ ഒരു 3 വർഷത്തിൻ്റെ റിലാക്സേഷനും പ്ലസ് നിങ്ങളിപ്പോൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വീണ്ടും ഒരു 3 വർഷം കിട്ടുകയാണ്. 36+39 എന്നുള്ള രീതിയിലേക്ക് മാറും. അതേസമയം SC/ST ആണെങ്കിൽ എന്ത് കിട്ടും? പ്ലസ് വീണ്ടും എന്താണ് ഒരു 5 വർഷത്തിൻ്റെ ടൈമിംഗ് കൂടെ തരും. 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയാവും. അപ്പം അങ്ങനെ നല്ലൊരു ടൈമിംഗ് നിങ്ങൾക്കുണ്ട്. ഏജിൻ്റെ കാര്യത്തിൽ ഒരു ടൈമിംഗ് ഉണ്ടെന്ന് തന്നെ ശ്രദ്ധിച്ചോളുക. അതുപോലെ തന്നെ വാക്കൻസീസ് നോക്കി തന്നെ അപ്ലൈ ചെയ്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ഗുഡ്സ് ട്രെയിൻ മാനേജർ, അത് കഴിഞ്ഞിട്ട് ചീഫ് കൊമേഴ്ഷ്യൽ കം സൂപ്പർവൈസർ, അത് കഴിഞ്ഞിട്ട് ജൂനിയർ അക്കൗണ്ടം ടൈപ്പിസ്റ്റ്. ടൈപ്പിസ്റ്റിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്. പിന്നെ അതെന്ത് ചെയ്യിക്കോളും? അത് സെറ്റ് ആയിക്കോളും കേട്ടോ. പക്ഷേ സെറ്റ് ആവണം. ആ ഒരു CBT 2 എന്ന് പറഞ്ഞൊരു ടൈം ആകുമ്പോഴേ നിങ്ങൾ അതൊക്കെ സെറ്റാക്കി വെച്ചോണം. ആ ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ എന്താണ് സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് CBT 1 എല്ലാവരും പാസ്സാവുമായിരിക്കും. CBT 2 ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു മെയിൻ കാര്യം, നിങ്ങൾ പരീക്ഷ എവിടെയാണോ സെൻറ്റർ കൊടുക്കുന്നത്, സോൺ കൊടുക്കുന്നത്, അവിടെ ചെന്ന് തന്നെയാണോ എക്സാം എഴുതേണ്ടതെന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അവിടെ തന്നെ ചെന്ന് എഴുതേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം കോവിഡിൻ്റെ റിലാക്സേഷൻ ഉള്ളതുകൊണ്ടാണ് എന്ത് വന്നത്? കോവിഡ് സമയം ആയതുകൊണ്ട് ട്രാവലിംഗ് അത്ര ഇതല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ഹോം സെൻറ്റർ ഇപ്പോൾ കേരളയിലുള്ളവർ ഇപ്പോൾ ചെന്നൈ എന്ന് പറഞ്ഞൊരു റീജിയൻ വെച്ചാണ് കൊടുക്കണമെങ്കിൽ ചെന്നൈ പോയി എഴുതേണ്ടി വരും. കൊൽക്കട്ട എന്ന് പറഞ്ഞൊരു റീജിയൻ വെച്ചാണ് എഴുതുന്നെങ്കിൽ കൊൽക്കട്ടയുടെ സെൻറ്റേഴ്സിൻ്റെ പല സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണോ വരുന്നത് ആ സെൻറ്റേഴ്സിൽ പോയി എഴുതേണ്ടി വരും. അതങ്ങനെ തന്നെയാണ്. മെഡിക്കൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ സെൻറ്റേഴ്സിൽ പോയി തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ ആണോ?
ഇനി അടുത്ത ഗുഡ്സ് ട്രെയിൻ മാനേജറിന് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം സെലക്ഷൻ പ്രോസസ്സ് CBT1 CBT2 ഉള്ളൂ. അതായത് ഫസ്റ്റ് 2 പ്രോസസ്സേ അവിടെ വരുന്നുള്ളൂ. അതൊരു പോയിന്റ് ആയിട്ട് തന്നെ കരുതിക്കോളൂ. നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും സ്കിൽ ടെസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട. നിങ്ങൾക്ക് CBT1 CBT2 മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താണ് സീനിയർ ക്ലറിക് കം ടൈപ്പിസ്റ്റും അടുത്ത ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിനും എന്തുണ്ട് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ചോദിക്കുവരും. CBT1 ക്വാളിഫൈ ആയി നിങ്ങൾ CBT2 ടയർ 1 ടയർ 2 ക്വാളിഫൈ ആയതിനു ശേഷം എന്തും കൂടെ ഉണ്ട് ഒരു 3rd സ്റ്റേജ് ആയിട്ട് ഒരു സ്കിൽ ടെസ്റ്റും കൂടെ ഉണ്ട്. അതാണ് ടൈപ്പിസ്റ്റിൻ്റെ ജോബി. കാരണം ടൈപ്പിസ്റ്റ് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടേ നിങ്ങൾ ഒരു നല്ലൊരു ടൈപ്പിസ്റ്റ് ആണ്, നിങ്ങൾ പെട്ടെന്ന് വേർഡ്സ് ഒക്കെ അടിച്ചു കൊടുക്കും, ഫയൽ കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് അവരെന്തും കൂടെ വെച്ചിട്ടുണ്ട്, സ്കിൽ ടെസ്റ്റും കൂടെ വെച്ചിട്ടുണ്ട്. അതേസമയം ചീഫ് കൊമേഴ്ഷ്യൽ കം സൂപ്പർവൈസറിനും എന്ത് വേണ്ട സ്കിൽ ടെസ്റ്റ് ഇല്ല. CBT1 CBT2 പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇത്ര തന്നെയാണ് വരുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ സ്റ്റാൻഡേർഡും വരും. അത് പക്കയാണ്, ആ സാധനം പക്കയാണ്, അത് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത സ്റ്റേഷൻ മാസ്റ്ററിനാണെങ്കിൽ എന്തും കൂടെ ഉണ്ടടാ. നമ്മുടെ CBT1 പാസ്സാവുന്നു, CBT2 ടയർ 1 ടയർ 2 പാസ്സായതിനു ശേഷം ഒരു CBAT അസസ്മെന്റ് ഉണ്ട്. അതായത് സൈക്കോമെട്രിക് അസസ്മെന്റ് എന്ന് പറയും. നമ്മുടെ ലോക്കോ പൈലറ്റിനും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർക്കുമാണ് ആ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് വരുന്നത്. അതായത് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് അളക്കാൻ വേണ്ടിയിട്ട് അതൊരു സ്റ്റേജ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് കൊടുക്കുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക. ഈ CBAT റൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. സ്റ്റേഷൻ മാസ്റ്റർക്ക് ആയിക്കോട്ടെ ലോക്കോ പൈലറ്റിനായിക്കോട്ടെ ഭയങ്കര ക്രൂഷ്യലായിട്ട് ഒരു സ്റ്റേജാണ്. നിങ്ങൾ ഒരു പ്രശ്നം തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ലിമിറ്റഡ് ടൈമുണ്ട്, ഡിഫറൻറ്റ് ടാസ്കുകളുണ്ട്, 4 or 5 ഒരു സെക്ഷനിങ് പോലെയാണ്. ആ ടാസ്കൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല അത്. സൈക്കോമെട്രിക് ടെസ്റ്റ് കുറച്ചു പാട് തന്നെയാണ്. സ്റ്റേഷൻ മാസ്റ്റർക്ക് ആ ഒരു സ്കില്ലുണ്ടോ, മെൻ്റൽ എബിലിറ്റി ഉണ്ടോ, ആ ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾ അത്രയും പ്രിപ്പയർഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും, അത് ചോദിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, അതും എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒപ്പം തന്നെ CBT1 ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞവർ അതും കൂടെ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മെൻ്റൽ എബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അത്രയും കാര്യം അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊള്ളുക. അത്രയും വച്ചിട്ട് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്ന പോസ്റ്റ് പ്രിഫറൻസ് അതനുസരിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി അടുത്ത മെഡിക്കൽ സ്റ്റാൻഡേർഡ് കണ്ടല്ലോ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് തന്നെയാണ്. A2 ആണെങ്കിൽ എന്ത് പാടില്ല, വിത്തൗട്ട് ഗ്ലാസസ് ആണ്, അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. A2 ആണെങ്കിൽ വിത്തൗട്ട് ഗ്ലാസസ്. അത് കഴിഞ്ഞ് A3 തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള എല്ലാത്തിനും എന്തുണ്ട്, വിത്തൗട്ട് ഗ്ലാസസ്. നിങ്ങൾ ഗ്ലാസ് വയ്ക്കുന്നവരാണെങ്കിൽ എത്ര പവർ പാടില്ല, ഈ 2D പവർ കഴിയാൻ പാടില്ല, അത്ര മാത്രമേ അവരവിടെ പ്രിഫർ പറയുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ഉണ്ടല്ലോ, അത് തരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണാടി വെച്ചിട്ട് നോക്കാം. പക്ഷെ നിങ്ങളുടെ കണ്ണാടിയുടെ പവർ 2D ആവുന്നതിനേക്കാളും കൂടുതലാവാൻ പാടില്ല. ആ ഒരു കാര്യമാണ് പറയുന്നത്. നിയർ വിഷൻ 0.6 ഒക്കെ തന്നെയാണ് പറയുന്നത്. 6/9 ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ നിങ്ങൾ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നതല്ല. നമുക്ക് സ്ട്രിക്റ്റ് ആണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് സ്ട്രിക്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ചെന്നൈയിലേക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നല്ല സ്ട്രിക്റ്റ് ആണ്. ഓക്കെ. കാരണം നിങ്ങൾ ഇത്ര തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, വാക്കൻസീസ് കുറവാണ്. ടയർ 1 ടയർ 2 എല്ലാവർക്കും ക്വാളിഫൈ ആവാൻ പറ്റും. കാരണം എക്സാം പാറ്റേൺ ആണ്, എല്ലാവരും ക്വാളിഫൈ ആയത് പോകാനും പറ്റും. എല്ലാവർക്കും എഴുതി കിട്ടുക, പഠിച്ചാൽ കിട്ടാത്തത് ആർക്കുണ്ട്, ആർക്കും ഇല്ല. എല്ലാവരും പഠിച്ചാൽ എഴുതി ക്വാളിഫൈ ആവും, കാരണം പരീക്ഷയാണ്. പക്ഷേ എവിടെ അവർക്കൊക്കെ തോൽപ്പിക്കാൻ പറ്റുന്നത്, ഇവരെയൊക്കെ ഔട്ടാക്കി കളയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയാൻ പറ്റുന്നത്? എന്തായാലും ഇത്രയും ആൾക്കാരെ 35 ലക്ഷം ആൾക്കാരെ എഴുതുമ്പോൾ എല്ലാവരെയും കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുക, അവർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അത്രത്തോളം അവരെന്ത് ചെയ്യും, കട്ടിയാക്കും. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ നിസ്സാരമായിട്ട് കാണരുത്. റെയിൽവേ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു കാര്യമായാലും അവരെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്തോളും. ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് NCL ഒക്കെ ഇപ്പോഴേ എടുക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്താ, ആ ഒരു ഡേറ്റിൻ്റെ കാര്യത്തിലായിരിക്കും ചിലപ്പോൾ ഔട്ടാക്കി കളയുന്നത്. ആ ഡേറ്റ് നിങ്ങൾ നേരത്തെ എടുത്തില്ലല്ലോ, ഇപ്പോഴാണല്ലോ എടുത്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണേ എന്ന് പറയുന്നത് ആ ഒരു സെൻസിലാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങളിപ്പോഴേ എടുത്തു വെച്ച് വെറുതെ നിങ്ങളുടെ സമയം കളയുന്നതോ ഒന്നുമല്ല. അതൊക്കെ ഇപ്പോഴേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത്ര എഫേർട്ട് ഇടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം വിത്ത് ഗ്ലാസസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ഓക്കെ. സ്ക്വിൻ്റെ ഐസൊക്കെ കുഴപ്പമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്നാലും കണ്ണിൻ്റെ വിഷൻ പ്രോപ്പർ ആയിരിക്കണം. സ്ക്വിഡ് എന്ന് പറഞ്ഞാൽ കോങ്കൺ ഐസ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷൻ ക്ലിയർ ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ആ റീഡ് ചെയ്യാൻ പറയുന്ന സാധനം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. ഇനി അടുത്ത RRBയുടെ വാക്കൻസി. ഇനിയാണ് നമുക്ക് സോൺ വൈസ് അനാലിസിസ് നടത്തേണ്ടത്. ഓക്കെ. ആ സോൺ വൈസ് അനാലിസിസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളായിട്ട് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. RRBയുടെ വാക്കൻസി ലിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ വാക്കൻസീസ് വന്നിട്ടുള്ള സോൺ എടുത്തിട്ടാണ് ഇത് ഇത്രയും ചെയ്തിട്ടുള്ളത് കേട്ടോ. സോൺ എടുത്തിരിക്കുന്നത് കൊൽക്കട്ടയുണ്ട്, മുംബൈ ഉണ്ട്, ഭുവനേശ്വർ,
ബിലാസ്പൂർ, അങ്ങനെ നമ്മൾ ആ ഒരു സെക്ഷനിങ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ഏതിനാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ആ ബോർഡുകാർ ഇതൊക്കെ എന്താണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, RRBs ആണ്. നമ്മുടെ കൊൽക്കത്ത സെൻറ്റർ എന്ന് പറയുന്നത്, മുംബൈ ഉണ്ട്, നമ്മുടെ ട്രിവാൻഡ്രം ഉണ്ട്, ചെന്നൈ ഉണ്ട്, സിക്കന്ദരാബാദ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ RRBs ആണ്. ഈ RRBസിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി, പോസ്റ്റ് പ്രിഫറൻസ് ഏറ്റവും കൂടുതൽ ഉള്ളതായിട്ട് വിളിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 1382 വാക്കൻസിയോടെയാണ് വിളിച്ചത്. മുംബൈയിലാണെങ്കിൽ 827 വാക്കൻസി ആയിട്ടാണ് വിളിച്ചത്. ഭുവനേശ്വർ, ഒഡീഷയിൽ എന്താണ് 758 വാക്കൻസിയോടെയാണ് വിളിച്ചത്. ബിലാസ്പൂർ നമ്മുടെ ഛത്തീസ്ഗഡ് ആണ്, ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ആ ഒരു ഏരിയ ആണ്, 649 വാക്കൻസിയോടെയാണ് വിളിച്ചത്. ഗുവാഹട്ടി എന്ന് പറയുന്നത് ആസാമിലാണ്, 512 വാക്കൻസി. അപ്പം ഇത് ഇത്ര എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ എവിടെയാണ്? നോർത്തേൺ പാർട്ടാണ് അല്ലേ? നമ്മുടെ സദേൺ പാർട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മിഡ് റീജിയൻ വരെ നമുക്ക് പോവാം. ഇതൊക്കെ എന്താ, മുംബൈ വരുന്നത് ഒരു സെൻട്രൽ റീജിയൻ ആണെന്ന് തന്നെ പറയാം. മുംബൈ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല നമുക്ക്. പക്ഷെ ബാക്കിയെല്ലാം കൊൽക്കത്ത, ഭുവനേശ്വർ, ബിലാസ്പൂർ, ഗുവാഹട്ടി, അതുപോലെ അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. ബാക്കി വരുന്നതൊക്കെ ഏകദേശം നമ്മുടെ ഇങ്ങോട്ട് താഴോട്ടുള്ള റീജിയനാണ്, സദേൺ റീജിയനാണ്. ബാക്കിയെല്ലാം എന്താണ് ഏകദേശം നോർത്ത് വെസ്റ്റേൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സദേൺ റീജിയൻ ആണെങ്കിൽ നമ്മൾ സേഫാണ്. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ വാക്കൻസീസിൽ ഇപ്പോൾ സദേൺ റീജിയൻ നിങ്ങളിപ്പോൾ വിചാരിക്കും ചെന്നൈ ആണ് 436 വാക്കൻസീസേ ഉള്ളൂ, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷൻ കൂടും, നമ്മൾ കയറത്തില്ല, ക്ലിയർ ആവത്തില്ല, അതിനേക്കാളും നല്ലത് ഞാൻ കൊൽക്കത്തയിൽ പോയി വെച്ചാൽ മതിയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മെയിൽ കാറ്റഗറിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, ഫീമെയിൽസിനാണെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ കൊൽക്കത്ത വയ്ക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വയ്ക്കുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ വാക്കൻസി എവിടെ വന്നു? കൊൽക്കത്തയിൽ വന്നു. ഹിന്ദിക്കാരെല്ലാവരും അപ്ലൈ ചെയ്യത്തില്ലേ? ഹിന്ദിക്കാർക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് എവിടെയാണ്? അവർക്കൊരു നല്ലൊരു പ്ലേസ് വേണം, കാരണം അവർ അത്രയും പഠിക്കുന്നവരാണ്, അവർക്ക് എവിടെയെങ്കിലും വാക്കൻസി വെക്കണം. അപ്പം ഏറ്റവും കൂടുതൽ വാക്കൻസി കൊൽക്കത്തയാണെങ്കിൽ എല്ലാവരും എവിടെ തന്നെ വെക്കും? കൊൽക്കത്തയിൽ തന്നെ വെക്കും. ആ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഹിന്ദിക്കാരുമായിട്ട് നമുക്ക് കോമ്പറ്റീഷൻ എടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അറിയുന്നുള്ളൊരു ഫാക്റ്റാണ്, ബാംഗ്ലൂരിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് വന്നത്, അപ്പോൾ വാക്കൻസീസ് വന്നത്. അപ്പം ബാംഗ്ലൂരിലേക്ക് എല്ലാവരും വെച്ച് അവിടുത്തെ കട്ട് ഓഫ് അത്രത്തോളം റോക്കറ്റ് ഹൈ ആയിട്ടാണ് കൂടിയത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് വരരുത്. നമ്മളൊരു ഇടത്തരം നിൽക്കുന്ന സംഭവങ്ങൾ തന്നെ മാക്സിമം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഈ ഭുവനേശ്വറൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒഡീഷയിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ കാട്ടിൻ്റെ അകത്തൂടെയാണ് റെയിൽ പോകുന്നത്, നമ്മുടെ ട്രെയിൻ പോകുന്നത്. അതൊക്കെ എന്താണ്? റിസ്ക് ആണ്. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മെയിൽ കാറ്റഗറി ആണെങ്കിൽ മാക്സിമം നിങ്ങൾ റിസ്ക് എടുത്തോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ജോലിയാണ് അത്യാവശ്യമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് മനസ്സിലാക്കണം. 5 വർഷം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്, അതിപ്പോൾ നമ്മൾ പറയത്തില്ല മ്യൂച്വൽ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം, ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ സമാധാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ 5 വർഷം കഴിഞ്ഞാലും ചിലർക്ക് എത്താൻ പറ്റത്തില്ല. കാരണം ആരെങ്കിലും മ്യൂച്വലി ട്രാൻസ്ഫർ കൊടുക്കണം, അവിടത്തേക്ക് ആരെങ്കിലും മ്യൂച്വൽ ട്രാൻസ്ഫർ കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് സുഖമായിട്ട് തിരിച്ചു വരാൻ പറ്റൂ. ആര് കൊടുക്കും? ഒഡീഷയിലൊക്കെ കൊടുക്കത്തില്ല. അപ്പോൾ ആ ഒരു റിസ്ക് നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത്രയും പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്താൽ ഉടനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ട്രാൻസ്ഫർ കിട്ടത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പർലി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിൽ ഏത് വേണോ കൊടുത്തോ. നമുക്ക് കൊൽക്കത്ത ഉണ്ട് സ്ഥലം, മുംബൈ നിങ്ങൾക്കറിയാലോ, മുംബൈ ഇപ്പം ഹിന്ദിക്കാരെല്ലാവരും മുംബൈയിൽ തന്നെ വെക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ അതിലൊരാളാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൊടുക്കാം കേട്ടോ. ബിലാസ്പൂർ വന്നിട്ട് ഛത്തീസ്ഗഡ് ആണ്, അഹമ്മദാബാദ് ഗുജറാത്തിലാണ്, ബംഗളൂരിൽ ഇപ്പോഴും എന്താണ് 496 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ സെക്കന്ദരാബാദിനും 478 വാക്കൻസീസ് വന്നിട്ടുണ്ട്. ചെന്നൈ ഉണ്ട്, ട്രിവാൻഡ്രം ഏറ്റവും താഴെയാണ്. ശരിക്കും പറഞ്ഞാൽ 174 വാക്കൻസീസേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം വയ്ക്കുന്നത്. പക്ഷേ എല്ലാ പേരും കൊണ്ട് ബാക്കി സ്ഥലങ്ങളിൽ വെക്കുമ്പം ഈ കോമ്പറ്റീഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ ട്രിവാൻഡ്രം വെച്ച് കഴിഞ്ഞാൽ സേഫ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫസ്റ്റ് CBT 1 എന്ന് പറഞ്ഞാൽ 100 മാർക്കിനാണ്. ആ 100 മാർക്കിന് ഒരു 80 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോ. ട്രിവാൻഡ്രം വയ്ക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 75 ആ ഒരു റേഞ്ചാണ് നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ കട്ട് ഓഫ് വന്നത്. അതാണ് ആൾക്കാർ കുറവായതുകൊണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളത് മനസ്സിലാക്കുക. കോമ്പറ്റീഷൻ ഇപ്പോൾ എല്ലായിടത്തും കാണും, പക്ഷെ നിങ്ങൾ ആ ഒരു റേഞ്ച് മാർക്കും മേടിക്കണം. നിങ്ങൾ അവിടെ സെറ്റ് ആവുമെന്ന് നിങ്ങൾ ഉറപ്പായിരിക്കണം. പിന്നെ ഈ കൊൽക്കത്തയിലൊക്കെ വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എക്സാം എഴുതണമെങ്കിൽ എവിടെ പോകണം? നിങ്ങൾ കൊൽക്കത്തയിൽ പോവേണ്ടി വരും. ഓക്കെ, ആ ഒരു സംഭവം കൂടെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഗുവാഹട്ടിയിലാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ ആസാമിൻ്റെ ഒരു റീജിയണിൽ ചെന്ന് എഴുതേണ്ടി വരും എക്സാം. മെഡിക്കൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ പോകേണ്ടി വരും. ഇപ്പോൾ ചെന്നൈയിൽ വയ്ക്കുന്നത്, ചെന്നൈ പൊതുവെ എന്തെന്നറിയാമോ, മെഡിക്കലിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ചെന്നൈ എന്ന് പറഞ്ഞാൽ. അതൊരു മോശമായിട്ട് പറയുന്നതല്ല, പക്ഷെ അങ്ങനെ തന്നെയാണ്. ചെന്നൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ വയ്ക്കുന്നെങ്കിൽ ആ റിസ്ക്കും കൂടെ എടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം.
അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഫാക്ടർ ഇതിനകത്തുണ്ട്. ചുമ്മാ ചാടിക്കേറി എന്തിനെങ്കിലും വച്ചിട്ട് നിങ്ങൾ അവസാനം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടരുത്. ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 17 സോണുണ്ട് നമുക്ക്. നിങ്ങളുടെ റെയിൽവേ സോൺസ് ആണ് കേട്ടോ. റെയിൽവേ സോൺ എന്ന് പറഞ്ഞാൽ സദേൺ സോൺ, ഈസ്റ്റേൺ സോൺ, വെസ്റ്റേൺ സോൺ, നോർത്തേൺ സോൺ, നോർത്ത് ഈസ്റ്റേൺ സോൺ, കൊങ്കൺ സോൺ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സോണുകളുണ്ട്. 17 സോണുണ്ട്. ഓക്കെ, ഈ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ഇത് കണ്ടോ, 7, 10, 6 ഇങ്ങനെ 17 സോണുകൾ അവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 17 സോണിൽ എത്ര RRBs ഉണ്ട്? 21 RRB. 21 RRB എന്ന് പറഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. 21 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മുംബൈ, ട്രിവാൻഡ്രം, ഈ പറയുന്ന പോലെ ഭുവനേശ്വർ, ബിലാസ്പൂർ, ഇതൊക്കെ പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ RRBs ആണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അവർ ഇത്ര വാക്കൻസീസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. കാണിച്ചില്ലേ, നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഈ പറയുന്ന ഈ ഓരോ സ്ഥലങ്ങൾ, ബിലാസ്പൂർ, ഗുവാഹട്ടി, അഹമ്മദാബാദ്, ബംഗളൂരു, ഇതൊക്കെ എന്താണ്, RRBs ആണ്. 21 RRBകളാണ് നമ്മൾ നോക്കേണ്ട RRBs. ഇവരാണ് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ 21 RRBസിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. അവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ എങ്ങോട്ട് വിടണമെന്ന് ആലോചിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കില്ലേ, നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്ത് തന്നെ നമുക്ക് എന്താ കിട്ടും, നിങ്ങൾക്കിപ്പം എക്സാം എഴുതാൻ സെൻറ്റർ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിവിഷനിൽ തന്നെ നമുക്ക് ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കാറില്ലേ. അപ്പോൾ അത് 21 ഈ RRBസിലൊന്നിലായിരിക്കുമല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഡിവിഷനിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ 21 RRBയിൽ ഈ കണ്ടോ 7ാമത്തതാണ് സദേൺ സോൺ. ഈ കാണുന്നുണ്ടോ 7ാമത്തെ. ഇതെന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും ശരിക്കും നമ്മുടെ കേരളവും ഒരു തമിഴ്നാടിൻ്റെ ഭാഗമാണ് കാണുന്നത്. കേരളവും തമിഴ്നാടുമാണ് 7ാമത്തെ ഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ 7ാമത്തെ സോൺ എന്ന് പറഞ്ഞാൽ സദേൺ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും 17 സോണുകളുണ്ട്. അതിൽ 7ാമത്തെ സോണ് സദേൺ സോണാണ്. ഇപ്പം നിങ്ങൾ സദേൺ സോൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, തമിഴ്നാടും കേരളയും വരുന്നത്. അതായത് ചെന്നൈയും തിരുവനന്തപുരവും, ചെന്നൈയും ട്രിവാൻഡ്രം സെൻട്രലുമാണ് വരുന്നത്. ഇപ്പം ചെന്നൈ ആണെങ്കിൽ എന്താണ്, ചെന്നൈ എവിടത്തേക്കാണ് അവർ, ഇപ്പം നിങ്ങൾ എക്സാം എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് നിങ്ങൾ ഇതാവാൻ പോകുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ നടത്തുന്നു, ഇപ്പം നിങ്ങൾ ചെന്നൈ ഓർ ട്രിവാൻഡ്രമാണ് വെച്ചതെങ്കിൽ, ഇപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിലാണ് കൊടുത്തത് അല്ലെങ്കിൽ ചെന്നൈയിലാണ് കൊടുത്തത്, നിങ്ങൾക്ക് എവിടെ കിട്ടും നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന സെൻറ്റർ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. കാരണം സദേൺ സോണിൻ്റെ ഡിവിഷനിങ് ആണ് 6 ഡിവിഷൻ. ഏതൊക്കെ, നമ്മുടെ ചെന്നൈ, തിരുച്ചിറപ്പള്ളി, സേലം, തിരുവനന്തപുരത്തിൻ്റെ ഡിവിഷനാണ് മധുരൈ, പാലക്കാട്, തിരുവനന്തപുരം എന്ന് പറയും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങളിപ്പോൾ സദേൺ റെയിൽവേ സോണാണ് കൊടുത്തതെന്ന് വിചാരിച്ചു. സദേൺ റെയിൽവേ സോൺ നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയത്തില്ല. നിങ്ങൾ എന്താ കൊടുക്കുന്നത്, RRB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് കൊടുക്കുന്നത്. നിങ്ങൾ ചെന്നൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയൊക്കെ വരാം, നിങ്ങൾക്ക് ഒന്നീ തിരുച്ചിറപ്പള്ളി വരാം, സേലത്ത് വരാം, അല്ലെങ്കിൽ ചെന്നൈയിൽ വരാം. ഓക്കെ, അതേസമയം നിങ്ങൾ ട്രിവാൻഡ്രത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരാം, മധുരൈ വരാം, പാലക്കാട് വരാം. ഇപ്പോൾ ഇത് രണ്ടുമല്ല, ഈ സെൻറ്ററിലൊക്കെ ആളായിപ്പോയി എങ്കിൽ നിങ്ങൾ എങ്ങോട്ടും മാറ്റും. ഇപ്പോൾ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തിരുച്ചിറപ്പള്ളി കിട്ടാം, അല്ലെങ്കിൽ സേലത്ത് കിട്ടാം. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്, സദേൺ സോണിൽ വരുന്നതാണ്. അപ്പോൾ ഈ 6 ഡിവിഷൻ ഉള്ളതിൽ ഏതിൽ വേണോ നിങ്ങൾക്ക് എന്ത് കിട്ടാം, നിങ്ങളുടെ എക്സാം സെൻറ്ററും കിട്ടാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിവിഷൻ ജോലിയും കിട്ടാം, നിങ്ങളുടെ മെഡിക്കലും വിളിക്കാം. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവിടെയാണോ നിങ്ങൾ കൊടുക്കുന്നത് അവിടെ പോയാണ് നിങ്ങൾ എഴുതേണ്ടത്, എക്സാം എഴുതേണ്ടതെന്ന് കൃത്യമായിട്ട് ആലോചിച്ച് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചെന്നൈയിലേക്കും എന്ത് വിളിക്കുന്നുണ്ട്, സദേൺ സോൺ വിളിക്കുന്നത് ചെന്നൈയിലേക്കും, അതുപോലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എന്ന് പറയുന്ന കോച്ച് ഫാക്ടറിയിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്, ചെന്നൈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിലെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കിട്ടാം, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്കോ ചെന്നൈയിലേക്കോ തിരുച്ചിറപ്പള്ളി ഡിവിഷനിലേക്കോ ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കുക. എന്തായാലും സദേൺ റീജിയൻ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ ചെന്നൈയുടെ മെഡിക്കൽ സ്ട്രിക്റ്റ് ആണെന്ന് തന്നെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ ആണോ? അത്രയും കാര്യം അവിടെ ശ്രദ്ധിക്കുക. പിന്നെ ഇനി എന്താണ്, 10ാമത്തെ ഡിവിഷനിങ് ആണ്. നമ്മുടെ 10ാമത്തെ റെയിൽവേ സോണാണ് നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറയുന്നത്. 10ാമത്തെ റെയിൽവേ സോണാണ് ബാംഗ്ലൂർ. ഇപ്പോൾ ബാംഗ്ലൂർ എല്ലാവരും വെക്കത്തില്ലേ, നമുക്ക് ബാംഗ്ലൂർ വരുന്ന എവിടെയെന്ന് അറിയാവോ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആൻഡ് വീൽ ഫാക്ടറി, റെയിൽ വീൽ ഫാക്ടറിയിലേക്കാണ് അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് RRB, നമ്മുടെ ബാംഗ്ലൂരു RRB ആണെങ്കിൽ അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് സദേൺ വെസ്റ്റേൺ റെയിൽവേ സോണിലേക്കും റെയിൽ വീൽ ഫാക്ടറിയിലേക്കുമാണ്. അപ്പം നിങ്ങൾക്ക് അഥവാ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഒരു റെയിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ടത്, നിങ്ങൾ അവിടേക്കാണ് നിങ്ങളുടെ ജോലി സ്കോപ്പിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കൻസി അനുസരിച്ച് നിങ്ങൾ അവിടെയാണ് കൊടുത്തതെന്ന് വിചാരിച്ചോ. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഏത് സെൻറ്റർ എന്ന് വെച്ചാൽ എക്സാം എഴുതുന്ന സെൻറ്ററോ അല്ലെങ്കിൽ ജോലി കിട്ടാൻ പോകുന്ന സെൻറ്ററോ എവിടെയായിരിക്കും, സൗത്ത് വെസ്റ്റേണിലോ ഏതെങ്കിലും ഭാഗമായിരിക്കും, സൗത്ത് വെസ്റ്റേണിൻ്റെ ഭാഗമായിരിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഈ സൗത്ത് വെസ്റ്റേൺ ഭാഗം വരുന്ന കണ്ടോ, സൗത്ത് വെസ്റ്റേൺ ഭാഗം
ബാംഗ്ലൂർ, ഹൂബ്ലി, മൈസൂർ. അപ്പം നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വിളിക്കുന്നു, കാരണം നിങ്ങൾ എവിടെ വെച്ച ബാംഗ്ലൂരാണ് വെച്ചത്. ബാംഗ്ലൂർ വരുന്ന ഏത് സോണിലാണ്? സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോൺ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ, ഹൂബ്ലി, മൈസൂർ റീജിയൻ, മൈസൂർ കർണാടക റീജിയൻ, ആ ഒരു റീജിയനിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോവേണ്ടി വരും. അതായത് ബാംഗ്ലൂരിൻ്റെ ആ ഒരു പ്ലേസിലായിരിക്കും നിങ്ങൾക്ക് പോവേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇതേ സമയം നിങ്ങൾ വെസ്റ്റേൺ റെയിൽവേയിലെ ഒരു സ്ഥലം മുംബൈ ആണ് കൊടുത്തതെന്ന് വിചാരിച്ചോ. നിങ്ങൾ എക്സാം എഴുതാൻ കൊടുത്തത് മുംബൈ ആണ് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് മുംബൈ തന്നെ എക്സാം എഴുതാൻ കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് മുംബൈയിൽ തന്നെ എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് എവിടെ കിട്ടാം? നിങ്ങൾ ഈ പറയുന്ന പോലെ വഡോദര, രത്ലാം, അഹമ്മദാബാദ്, രാജ്കോട്ട്, ഭാവ്നഗർ എന്നൊക്കെ പറയുന്ന ഈ മുംബൈയിൽ തന്നെ പല പല ഡിവിഷൻസ് ഉണ്ട്. മുംബൈയുടെ അടുത്ത് കിടക്കുന്ന ഡിവിഷൻസ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ജോബ് കിട്ടുമെന്ന് ആലോചിക്കുക. കാരണം ഈ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ അല്ലെങ്കിൽ വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്ന ഒരു പോർഷനിങ് ഉണ്ട്. ആ വെസ്റ്റേൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഇപ്പം കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളം മാത്രമായിരിക്കത്തില്ല, കേരള, തമിഴ്നാട്, കർണാടക ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന കുറച്ച് സ്ഥലം കാണും. മുംബൈയുടെ കൂടെ കിടക്കുന്ന സ്ഥലങ്ങൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു റിസ്ക്കും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. ഏത് സോൺ എന്ന് പറയുന്ന പ്രിഫറൻസ് കൊടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, ഇപ്പോൾ സദേൺ റെയിൽവേ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? കണ്ടോ, സദേൺ റെയിൽവേ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ, മധുരൈ, പാലക്കാട്, തിരുച്ചിറപ്പള്ളി, അതുപോലെ ട്രിവാൻഡ്രം, സേലം ഇത്ര ഡിവിഷനിലേ കിട്ടുള്ളൂ. സദേൺ റെയിൽവേ ആണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ചെന്നൈ ഓർ ട്രിവാൻഡ്രം കൊടുത്തു കഴിഞ്ഞാൽ. അതേസമയം ബാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈസ്റ്റേൺ റെയിൽവേ സോണാണ് കൊടുക്കുന്നത്. കണ്ടോ, അഡ്ര, ചക്രാത്പൂർ ഇതൊന്നും നമ്മൾ കേൾക്കാത്ത പോലെ സ്ഥലമാണ്. റാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജാർഖണ്ഡ് ആ സ്ഥലങ്ങളിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം നിങ്ങൾ ഏത് സോണിലാണോ കൊടുക്കുന്നത് അവിടെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? എക്സാം എഴുതേണ്ടി വരും. നിങ്ങളുടെ ജോലി ചെയ്യേണ്ടതും ആ ഒരു സെൻറ്ററിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ ആണോ? ഇത്രയും കാര്യം അവിടെ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അപ്പം നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണുകൾ എന്ന് പറയുന്നത് നമ്മുടെ സദേൺ സോണാണെന്ന് നമ്മൾ പറഞ്ഞു. സദേണിലാകുമ്പോൾ ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, മുംബൈ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല. കാരണം സൗത്ത് സെൻട്രലും സെൻട്രൽ റെയിൽവേയും വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സെൻറ്ററിങ് അത് മുംബൈക്ക് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു സെൻറ്റർ ആണല്ലോ, സൗത്ത് സെൻട്രലാണ് ശരിക്കും പറഞ്ഞാൽ മുംബൈ, മഹാരാഷ്ട്ര കിടക്കുന്നത്. അപ്പം മുംബൈയിൽ തന്നെ ജോലി കിട്ടണമെന്നില്ല, മുംബൈയുടെ ചുറ്റും കിടക്കുന്ന പല ഏരിയയിലേക്ക്. ഇപ്പം മുംബൈ ഇവിടെ ആണെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടാം? എക്സാം സെൻറ്ററും കിട്ടാം, നിങ്ങൾക്ക് മെഡിക്കലും കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതും ആ ഒരു സെൻറ്ററിലായിരിക്കും. കൊൽക്കത്ത വരുന്നത് എത്രയാണ്? 5ാമത്തെ സെൻറ്റർ, അതായത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിലാണ്. അപ്പം ഈസ്റ്റേൺ റെയിൽവേ സോണിലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എക്സാം സെൻറ്റർ കിട്ടാം. അതാണ് ആ ഒരു പോയിന്റാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ എവിടെയാണോ എക്സാം സെൻറ്റർ കൊടുക്കുന്നത് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് പോവേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കോവിഡിൻ്റെ റിലാക്സേഷൻ ഉള്ളതുകൊണ്ടാണ്, കോവിഡ് കാരണം നമുക്ക് ട്രാവലിംഗ് അത്ര ഇതായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് 2019 എവിടെ വെച്ച് തന്നെ നടത്തി, ട്രിവാൻഡ്രത്ത് തന്നെ ടയർ 1 നടത്തി. പക്ഷേ ടയർ 2 നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോയി തന്നെയാണ് ഒരുപാട് പേര് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടല്ലോ, നിങ്ങൾ കേൾക്കാത്ത ഒരുപാട് ഈ ഈസ്റ്റേൺ സെൻറ്ററിലേക്കുള്ള നമ്മുടെ അരുണാചൽ പ്രദേശ്, ആ ഒരു വെസ്റ്റ് ബംഗാൾ റീജിയനൊക്കെ ഉണ്ടല്ലോ, മിസോറാം, മണിപ്പൂർ, ആ ഒരു റീജിയനിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ആ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക, ഫീമെയിൽസ് ആണെങ്കിൽ കഷ്ടപ്പെടും. കാരണം നമുക്ക് ഈവൻ വെള്ളം പോലും നമുക്ക് അവിടുത്തെ ഇഷ്ടപ്പെടത്തില്ല. അവിടുത്തെ ഓയിൽ, അവർ ഉപയോഗിക്കുന്ന ഫുഡ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ടുള്ള സെൻറ്റർ കൊടുക്കുമ്പോൾ ആ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ ആണ്. അപ്പോൾ RRBയുടെ വാക്കൻസീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ വാക്കൻസി നിൽക്കുന്ന കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു. ഈ വാക്കൻസീസ് നോക്കുമ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്താണ്? നമ്മളിപ്പോൾ വാക്കൻസീസ് നോക്കിയാണ് കൊടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സേഫ്റ്റി നോക്കിയാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം നിങ്ങളുടെ കാറ്റഗറിയാണ്. അതായത് നിങ്ങളിപ്പോൾ UR കാറ്റഗറി ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, OBC ഉണ്ട്, EWS കാറ്റഗറി ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കാവൂ. നിങ്ങളിപ്പോൾ RRB എന്ന് നമ്മൾ പറഞ്ഞില്ലേ, RRB ചെന്നൈയിലാണ് കൊടുക്കണമെന്ന് വിചാരിച്ചു. ചെന്നൈയിലാണെങ്കിൽ നമുക്ക് UR കാറ്റഗറിക്ക് എത്ര വാക്കൻസി ഉള്ളൂ? 195 വാക്കൻസിയേ ഉള്ളൂ. അതേസമയം നിങ്ങൾ ബാംഗ്ലൂരാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര വാക്കൻസി ഉണ്ട്? അവിടെ 206 വാക്കൻസി ഉണ്ട്. അഹമ്മദാബാദ്, ഗുജറാത്തിലാണെങ്കിൽ 202 വാക്കൻസി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ കാസ്റ്റ് ഏത് എന്നാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് സദേൺ റെയിൽവേ സോണിൽ കൊടുക്കുക. സദേൺ റെയിൽവേ സോൺ ഈവൻ ട്രിവാൻഡ്രം ആയാൽ പോലും നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചെന്നൈയിലൊക്കെ ഇപ്പോൾ എല്ലാവരും ചെന്നൈയിലായിരിക്കും വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ സെക്കന്ദരാബാദിലാണെങ്കിൽ ഇപ്പം
ഇപ്പോൾ OBC കാറ്റഗറിക്ക് ആണെങ്കിൽ എവിടെ ഉണ്ട് ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ 199 വേക്കൻസീസ് ഉള്ളത് ഭുവനേശ്വറിലാണ്. അവിടെ പോയി മെയിൽ കാറ്റഗറിക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യുക. OBC കാറ്റഗറി ആണെങ്കിൽ ഇപ്പോൾ SC ST കാറ്റഗറിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ 108 വേക്കൻസീസ് ആണ് SC കാറ്റഗറിക്ക് ഭുവനേശ്വറിലുള്ളത്. അവിടെ പോയി ജോലി ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. അല്ല നമുക്ക് കംഫർട്ടാണ്, നമുക്ക് വീട് വിട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് പാരൻസിനെ കാണാൻ പറ്റാതെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ സദേണിൽ തന്നെ കൊടുക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, നന്നായിട്ട് പഠിക്കുക, പഠിച്ച് ആ ഒരു സ്കോറിനുള്ളിൽ കയറുക എന്നുള്ളൊരു കാര്യം, റിസ്ക് എടുക്കാൻ തയ്യാറാവുക. അത് തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. നമുക്ക് ടയർ 1 എങ്ങനെയും നമ്മൾ ക്വാളിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത്. ചെന്നൈ ആണെങ്കിൽ അതൊരു റിസ്ക് തന്നെയാണ്. 436 വേക്കൻസീസേ അവിടെയും ഉള്ളൂ. അതിന് ഓരോ കാറ്റഗറി വൈസും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണോ? ഇനി അടുത്ത് നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൊൽക്കട്ട നോക്കുകയാണെങ്കിൽ 628 വേക്കൻസി, കാരണം കൊൽക്കട്ടയിൽ അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് അവിടെ എന്താണ് 628 വേക്കൻസീസാണ് വരുന്നത്. ഓക്കെ ആവുന്നോ? അത് കഴിഞ്ഞ് മുംബൈയിലാണെങ്കിൽ 319 വേക്കൻസി ഉണ്ട്. പ്രയാഗ്രാജിനാണെങ്കിൽ 103 വേക്കൻസി ഉണ്ട്. റാഞ്ചിയിലാണെങ്കിൽ 133. സെക്കന്ദരാബാദിനാണെങ്കിൽ 212 വേക്കൻസി ഉണ്ട്. സെക്കന്ദരാബാദിനാണെങ്കിൽ 212 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അഥവാ അവിടെ കൊടുക്കണമെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സൗത്ത് ഭാഗം തന്നെയാണ്, ആന്ധ്രാപ്രദേശ് ആ ഒരു റീജിയൻ തന്നെയാണ് വരുന്നത്. അതും നമുക്ക് അത്യാവശ്യം സേഫ് ആണെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ സെക്കന്ദരാബാദിൽ പോകാനാണെങ്കിൽ പോവാം, ആ ഒരു പ്രശ്നമില്ല. തിരുവനന്തപുരത്ത് വേണ്ടോ 67 വേക്കൻസീസേ UR കാറ്റഗറിക്ക് ഉള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. തിരുവനന്തപുരത്തൊക്കെ മെഡിക്കലൊക്കെ നമുക്ക് അത്യാവശ്യം ഈസി ആയിട്ട് അവർ ചെയ്തു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു എല്ലാം നമ്മുടെ എന്താണ് ഒരു ഭാഗ്യം പോലെയാണ്, നമ്മുടെ ഭാഗ്യ പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ തോന്നിയിട്ട് എവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് തന്നെയാണ് ചെയ്യേണ്ടത്. മുംബൈയിൽ അത്യാവശ്യം OBC കാറ്റഗറിക്ക് ആണെങ്കിൽ 217 വേക്കൻസീസ് അവിടെ എന്തുകൊണ്ട് വാക്കൻസി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം എവിടെയാണോ വേക്കൻസി ഉള്ളത്, എവിടെയാണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് എന്ന് തോന്നിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു അനാലിസിങ് കൃത്യമായിട്ട് അറിയുക, വാക്കൻസി ലിസ്റ്റിംഗ് അറിയുക, നിങ്ങളുടെ കാറ്റഗറി ബേസ് ഉള്ള ഒരു കാര്യം അറിയുക, അതുപോലെ തന്നെ നിങ്ങളുടെ കംഫർട്ട് സ്റ്റേഷൻ വിട്ട് പോകാൻ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കണം, എവിടെ പോയാലാണ് ഓക്കെ എന്നൊക്കെ. ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണോ ചൂസ് ചെയ്യാം. അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും പഠിച്ച് കയറുക. നിങ്ങൾക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട്, സത്യം പറയാമല്ലോ. ഇനി എന്തായാലും റെയിൽവേ ഇതുവരെ കലണ്ടർ പോലും ഇനി അടുത്തത് റിലീസ് ആവുമെന്ന് തോന്നുന്നില്ല. എല്ലാം അടുത്ത വർഷത്തേക്ക് അവർ മാറ്റി വെക്കുമായിരിക്കാം. എന്തായാലും ഒരു ഡിസംബർ അല്ലെങ്കിൽ നവംബറോടെ അവർ സ്റ്റാർട്ട് പോലും ചെയ്യത്തുള്ളൂ. ALP ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമും കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ടൈമുണ്ട്. 80 നമുക്ക് ആദ്യത്തെ മാർക്കിംഗ് എത്രയാണ്, 100ൽ 80 എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുക. അങ്ങനെ തന്നെ സ്കോർ സെറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ച് എങ്ങനെയും എന്ത് ചെയ്യുക, NTPCയിൽ കയറാനായിട്ട് നോക്കുക. കാരണം ഇത്രയും നല്ലൊരു പോസ്റ്റ്, ഗ്രാജുവേറ്റ് പോസ്റ്റുകളിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ലക്ക് തന്നെയാണ് നമുക്ക്. അപ്പോൾ അത്രയും രീതിയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെ വേണോ നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. പക്ഷെ നമ്മൾ ദിശ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിലേക്ക് അറ്റൻഡ് ചെയ്യണമെന്നാണെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ദിശയെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് ഉറപ്പാക്കാവുന്നതാണ്. ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾക്കുള്ള സപ്പോർട്ട് നമ്മൾ നൽകുന്നുമുണ്ട്. അപ്പോൾ ഇതിലൊന്നും കണ്ടിട്ട് ഒരു ഡിമോട്ടിവേഷൻ ഉണ്ടാക്കരുത്. കാരണം ഇത്ര വാക്കൻസി ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയും എനിക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒന്നും കരുതരുത്. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് നിങ്ങൾ ആ ഒരു പൊസിഷൻ എത്താൻ തന്നെയാണ് മാക്സിമം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോൺ വൈസ് വാക്കൻസി നോക്കുമ്പം എപ്പോഴും പ്രിഫറബിൾ നമുക്ക് ഇപ്പോൾ എന്താണ്, മെയിൽ കാറ്റഗറിക്ക് ആണെങ്കിൽ എവിടെ വെച്ചാലും കുഴപ്പമില്ല. അവർ ഓക്കെ ആണെങ്കിൽ, നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ ഓക്കെ ആണ്. നിങ്ങളുടെ കാറ്റഗറി വൈസ് വാക്കൻസി മാത്രം നിങ്ങൾ നോക്കിയാൽ. പക്ഷേ ഫീമെയിൽ ആണെങ്കിൽ കൃത്യമായിട്ട് നല്ലൊരു അനാലിസിങ് കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, സദേൺ സോണിൽ തന്നെ മാക്സിമം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കി എവിടെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ടൈമുണ്ട്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.